നമസ്കാരം. കണ്ണൂരിൽ വീണ്ടും രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്. അഭിമന്യുവിന്റെ പേരിലായാലും കോടിയേരി ബാലകൃഷ്ണന്റെ പേരിലായാലും ഇവരുടെ സ്ഥിരം പരിപാടി ഒന്നു തന്നെയാണ്. രക്തസാക്ഷികളെ സൃഷ്ടിക്കുക, അവരുടെ പേരിൽ കോടികളുടെ ഫണ്ട് പിരിക്കുക, ഒടുവിൽ ആ പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി അടിച്ചു മാറ്റുക. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു കൊള്ള വേറെ എവിടെയും കാണാൻ കഴിയില്ല. സാധാരണക്കാരായ അണികളെ വിഡ്ഢികളാക്കി സ്വന്തം ഖജനാവ് നിറയ്ക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് കാപട്യത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കേണ്ടതുണ്ട്. അടിത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരെ വിശ്വസിപ്പിച്ച് വഞ്ചിക്കുന്ന ഈ രീതി പാർട്ടിയുടെ ഒരു സ്ഥിരം ശീലമായി മാറിയിരിക്കുകയാണ്. പയ്യന്നൂരിലെ ഫണ്ട് വെട്ടിപ്പിന്റെ കറമായി മുൻപാണ് കണ്ണൂരിൽ പുതിയ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. അന്തരിച്ച പ്രമുഖ നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ പിരിച്ചെടുത്ത ലക്ഷക്കണക്കിന് രൂപയാണ് കണ്ണൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി രമേശൻ അടിച്ചുമാറ്റിയത്. അണികളുടെ ചോരയും നീരും ഊറ്റിയെടുത്തുണ്ടാക്കുന്ന ഫണ്ടുകൾ എങ്ങനെയാണ് നേതാക്കന്മാർ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം കൂടിയാണിത്. രക്തസാക്ഷികളുടെ പേരിലും മുതിർന്ന നേതാക്കളുടെ പേരിലും കണ്ണീരൊഴുക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ കുടുംബങ്ങളുടെ പോലും വിയർപ്പിൽ വെള്ളം കോരുകയാണ്. പാവപ്പെട്ട മനുഷ്യരുടെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് കോടികൾ തട്ടിയെടുക്കുന്ന ഈ സംസ്കാരത്തിനെതിരെ കേരളത്തിലെ യുവത്വം ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരുടെ പേരുകൾ പോലും സ്വന്തം അക്കൗണ്ട് വളർത്താൻ ഉപയോഗിക്കുന്ന ഈ മാഫിയ സംഘത്തിന്റെ യഥാർത്ഥ മുഖം ഓരോ ദിവസവും അഴിഞ്ഞു വീഴുകയാണ്. പാർട്ടി ഓഫീസുകൾ നിർമ്മിക്കുന്നതിൻ്റെ മറവിൽ നടക്കുന്ന ഈ കള്ളക്കളി വർഷങ്ങളായി തുടരുന്ന ഒന്നാണ്. ഒന്നാം സമ്മാനമായി കാർ വാഗ്ദാനം ചെയ്ത് 500 രൂപയുടെ സമ്മാന കൂപ്പണുകൾ വിറ്റഴിച്ചും നഗരത്തിൽ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചുമാണ് കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കണ്ണൂരിൽ പണം സമാഹരിച്ചത്. എന്നാൽ ഇതിൻ്റെ എല്ലാം പിന്നിലെ കള്ളക്കണക്കുകൾ ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അണികൾ പോലും തലയിൽ കൈവച്ചു പോകുന്ന അവസ്ഥയാണ്. സഹകരണ സംഘത്തിലെ ജീവനക്കാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമാണ് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തത്. എന്നാൽ ഈ പിരിവുകൾക്കൊന്നും കൃത്യമായ കണക്കുകൾ ഇല്ല എന്നതാണ് സത്യം. വാഗ്ദാനം ചെയ്ത നറുക്കെടുപ്പുകൾ പോലും നടത്തിയിട്ടില്ല എന്നത് ഈ തട്ടിപ്പിന്റെ ആഴവും വ്യക്തമാക്കുന്നു. സാധാരണക്കാരന്റെ പോക്കറ്റ് അടിച്ചുണ്ടാക്കുന്ന ഈ പണം മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നേതാക്കൾ മൗനമായിരിക്കും. ലജ്ജയില്ലാതെ ജനങ്ങളെ പറ്റിക്കുന്ന ഈ കൊള്ളസംഘത്തിന്റെ വെട്ടിപ്പുകൾ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഇപ്പോൾ വലിയ ചർച്ചയായി കഴിഞ്ഞു. പാർട്ടിക്ക് വേണ്ടി എന്ന പേരിൽ നഗരത്തിൽ വീടും സ്ഥലവും വാങ്ങാനെത്തിയ നീക്കങ്ങളെല്ലാം വെറും നാടകമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്. 70 ലക്ഷത്തോളം രൂപ ചെലവിട്ട് വാങ്ങിയ വീടും സ്ഥലവും പാർട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിന് പകരം സ്വന്തം പേരിലാണ് ഈ ലോക്കൽ സെക്രട്ടറി രജിസ്റ്റർ ചെയ്തത്. പൊതുപ്രവർത്തകൻ ചെയ്യേണ്ട മാന്യതയുടെ കണക്കുകൾ പോലും പാലിക്കാതെ പാർട്ടി ഓഫീസിനായി പിരിച്ച പണം ഉപയോഗിച്ച് സ്വന്തം പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുന്ന ഈ രീതി കമ്മ്യൂണിസ്റ്റ് ആചാരങ്ങളുടെ പൊള്ളത്തരമാണ് തുറന്നു കാട്ടുന്നത്. അണികൾ നൽകിയ സംഭാവന സ്വന്തം പേരിലേക്ക് മാറ്റിയെഴുതാൻ കാണിച്ച ഈ ധൈര്യം ഏത് രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പാർട്ടി നേതൃത്വം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. പാർട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച നേതാവിൻ്റെ പേരിലുള്ള ഓഫീസിനെ പോലും സ്വന്തം സ്വത്ത് സമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റിയ ഈ നീചമായ പ്രവൃത്തി കേരള സമൂഹത്തോടുള്ള ഒരു കടുത്ത വെല്ലുവിളി കൂടി തന്നെയാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവിൻ്റെ പേരിലുള്ള ഓഫീസിനെ പോലും സ്വന്തം സ്വത്ത് സമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റിയ ഈ നീചമായ പ്രവൃത്തി കേരള സമൂഹത്തോടുള്ള കടുത്ത വെല്ലുവിളി കൂടിയാണ്. സ്വന്തം പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം ഈ തട്ടിപ്പ് അവസാനിക്കുന്നില്ല. ഈ വസ്തുവും വീടും ബാങ്കിൽ പണയം വെച്ച് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി ലക്ഷക്കണക്കിന് രൂപ വായ്പയും എടുത്തുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പാർട്ടിയുടെ പേരിൽ പിരിച്ചെടുത്ത പണം ഉപയോഗിച്ച് വാങ്ങിയ സ്ഥലം ഈട് വെച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് പണം അടിച്ചുമാറ്റിയ ഈ തട്ടിപ്പുകാരനെതിരെ നടപടിയെടുക്കാൻ വൈകിയതിന് പിന്നിലും വലിയ ദുരൂഹതയുണ്ട്. സാധാരണക്കാരൻ ബാങ്കിൽ നിന്ന് ഒരു ചെറിയ ലോൺ എടുക്കാൻ ചെന്നാൽ 100,000 കടമ്പകളാണ് ഇവർ വെക്കുന്നത്. എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ പദവി ദുരുപയോഗം ചെയ്ത് അന്യന്റെ പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുന്ന ഈ കൊള്ളക്കാർക്ക് ഒരു നിയമവും ബാധകമല്ലേ? സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും പ്രസംഗിക്കുന്നവരുടെ യഥാർത്ഥ മുഖം ബാങ്ക് ലോണുകളുടെ ഫയലുകളിൽ നിന്ന് വ്യക്തമാവുകയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിശദമായ പരിശോധനയിലാണ് ഈ ഗുരുതരമായ ക്രമക്കേടുകൾ ബോധ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇതിന് പിന്നിൽ വലിയ ഒത്തുകളി നടന്നിട്ടുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണ് പുറത്താക്കപ്പെട്ട രമേശ് എന്ന വസ്തുത ഈ അഴിമതി എത്രത്തോളം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. ഇത്തരം കാര്യങ്ങൾ ആരുടെയൊക്കെ അറിവോടുകൂടിയാണ് നടന്നത് എന്നതിനെക്കുറിച്ച് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുമെന്നത് ആരും കരുതുന്നില്ല. തെറ്റ് ചെയ്തവനെ സംരക്ഷിക്കാനും വിവരം പുറത്തറിയുമ്പോൾ ചെറിയൊരു നടപടിയുടെ പേരിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുമാണ് എന്നും നേതൃത്വം ശ്രമിച്ചിട്ടുള്ളത്. തട്ടിപ്പിന്റെ വ്യാപ്തി കൃത്യമായി കണ്ടെത്താനായി പാർട്ടി 2 അംഗ കമ്മീഷനെ നിയോഗിച്ചതുകൊണ്ട് മാത്രം ഈ കൊള്ളയടിക്ക് പരിഹാരമാകില്ല. അന്വേഷണ കമ്മീഷനുകൾ വെച്ച് അഴിമതികൾ മൂടിവെക്കുന്നത് ഈ പാർട്ടിയുടെ കാലങ്ങളായിട്ടുള്ള ഒരു അടവ് കൂടിയാണ്.
നീളുന്ന ഫണ്ട് വെട്ടിപ്പിന്റെ പരമ്പര കേരളത്തിൽ എവിടെയൊക്കെയോ ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നുവോ അവിടെയൊക്കെ രക്തസാക്ഷികൾ ഉണ്ടാകുന്നുമുണ്ട്. ആ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ എന്ന പേരിലാണ് കോടികളുടെ ഫണ്ട് പിരിക്കുന്നത്. എന്നാൽ ആ ഫണ്ട് മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത്? മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ പേരിലും വലിയ തോതിൽ ഫണ്ട് പിരിവ് നടന്നിരുന്നു എങ്കിലും ആ കുടുംബത്തിന് എന്ത് ലഭിച്ചു എന്നത് ഇന്നും ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെയാണ് വിപ്ലവത്തിന്റെ പ്രതീകമായി കൊണ്ടു നടക്കുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പേരിൽ ഓഫീസുകൾ നിർമ്മിക്കാൻ പിരിച്ച പണവും കാണാതായിരിക്കുന്നത്. രക്തസാക്ഷികളുടെ വിയർപ്പും ചോരയും വിറ്റ് ജീവിക്കുന്ന ഈ രാഷ്ട്രീയ കുത്തകകൾക്കെതിരെ ജനങ്ങൾ ഒരേ സ്വരത്തിൽ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ജീവന് പോലും വില കൽപ്പിക്കാതെ മരണത്തെ പോലും കച്ചവട ചരക്കാക്കുന്ന ഈ പൈശാചിക രീതി കേരളത്തിന്റെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടത് അത്യാവശ്യം കൂടിയാണ്. ഉദ്യോഗസ്ഥരെയും സഹകരണ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി പിരിച്ച പണം ഈ ഫണ്ട് പിരിവുകൾക്കൊന്നും യാതൊരുവിധ സുതാര്യതയും ഇല്ല എന്നതാണ് മറ്റൊരു നടുക്കുന്ന സത്യം. സഹകരണ സംഘത്തിലെ ജീവനക്കാരെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയുമാണ് ഇത്തരം വലിയ തുകകൾ സമാഹരിക്കുന്നത്. നൽകിയില്ലെങ്കിൽ ജോലിയിൽ ഉണ്ടാകില്ല എന്ന ഭയത്താൽ പാവം ജീവനക്കാർ തങ്ങളുടെ കയ്യിലുള്ള സമ്പാദ്യം പോലും എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ അങ്ങനെ ചോര നീരാക്കി സമാഹരിക്കുന്ന പണം പാർട്ടി ഓഫീസിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം നേതാക്കളുടെ കീശ വീർപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. സാധാരണക്കാരന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വളരുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സമൂഹത്തിന് തന്നെ ഒരു ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭയത്തിന്റെ മുന്നിൽ നിർത്തി പണം പിരിപ്പിക്കുന്ന ഈ ഒരു പിടിച്ചുപറി സംസ്കാരത്തിന് എതിരെ ഇനിയെങ്കിലും ശബ്ദമുയർത്തിയില്ല എങ്കിൽ കേരളത്തിന്റെ ഭാവി കൂടുതൽ അപകടത്തിലാകും. ഈ കൊള്ളകൾക്ക് പിന്നിൽ ലോക്കൽ സെക്രട്ടറി മാത്രമല്ല, ഉന്നതരായ പല നേതാക്കൾക്കും കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു തിരിമറി വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിക്കാൻ കഴിഞ്ഞത്. പാർട്ടിയിലെ ഉന്നതരുടെ പിൻബലമില്ലാതെ ഒരു ലോക്കൽ സെക്രട്ടറിക്ക് സ്വന്തം പേരിൽ 70 ലക്ഷം രൂപയുടെ സ്വത്ത് വാങ്ങി ബാങ്കിൽ പണയം വെക്കാൻ കഴിയില്ല. അഴിമതിക്കെതിരെ വാചകമടിക്കുന്ന സംസ്ഥാന നേതാക്കൾ പോലും ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് അതുകൊണ്ടാണ്. വിശദീകരിക്കാൻ ശ്രമിക്കുന്തോറും കൂടുതൽ പ്രതിരോധത്തിലാകുന്ന പാർട്ടി നേതൃത്വം ജനങ്ങളുടെ മുന്നിൽ പൂർണ്ണമായും നാണം കെട്ടിരിക്കുകയാണ്. അഴിമതിയുടെ വേരുകൾ ഏരിയ കമ്മിറ്റി ഓഫീസ് വരെ നീളുന്നുണ്ട് എന്നത് അണികൾക്ക് പോലും ഇപ്പോൾ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടി മാത്രം വിപ്ലവവും ജനപക്ഷ രാഷ്ട്രീയവും പറയുന്ന ഇക്കൂട്ടർ അധികാരത്തിലെത്തുമ്പോഴും പണം കൈക്കലാക്കുമ്പോഴും കാണിക്കുന്നത് പച്ചയായ വഞ്ചന കൂടിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അണികളെ വൈകാരികമായി ചൂഷണം ചെയ്യാനും രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ കാണിച്ച് വോട്ട് പിടിക്കാനുമാണ് ഇവർ ഈ പേരുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ വോട്ട് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളോ പാർട്ടി ഓഫീസിന്റെ നിർമ്മാണങ്ങളോ ഇവർക്ക് വിഷയമല്ല. പകരം സ്വന്തം സാമ്പത്തിക ഭദ്രത ഉറപ്പിക്കാനാണ് ഓരോ നേതാവും ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള കാപട്യം നിറഞ്ഞ രാഷ്ട്രീയത്തെ തിരിച്ചറിയാൻ കേരളത്തിലെ പൊതുസമൂഹം തയ്യാറാകണം. അല്ലാത്തപക്ഷം ഈ കൊള്ളസംഘങ്ങൾ ഇനിയും ലക്ഷക്കണക്കിന് സാധാരണക്കാരെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കും. കണ്ണൂരിലെ ഈ പുതിയ ഫണ്ട് തിരിമറി വിവാദം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു കറുത്ത അധ്യായമായി മാറിക്കഴിഞ്ഞു. രക്തസാക്ഷികളുടെയും പ്രമുഖ നേതാക്കളുടെയും പേര് പറഞ്ഞ് പണം തട്ടുന്ന ഈ മാഫിയ സംഘത്തിനെതിരെ ജനങ്ങൾ ശക്തമായ രീതിയിൽ രംഗത്ത് വരണം. അന്വേഷണ കമ്മീഷനുകളുടെയും ഒത്തുകളി നടപടികളുടെയും പേരിൽ ഈ അഴിമതി തേച്ചുമായ്ച്ചു കളയാൻ അനുവദിക്കരുത്. സാധാരണക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ തന്ത്രങ്ങളെല്ലാം ജനം തിരിച്ചറിയുന്ന കാലവും വിദൂരമല്ല. വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയ പണം അടിച്ചു മാറ്റുന്ന ഈ കൊള്ളക്കാരുടെ മുഖംമൂടി വലിച്ചു കീറാൻ കേരളത്തിലെ ഓരോ പൗരനും തയ്യാറാകേണ്ടതാണ്. അഴിമതിയുടെയും കള്ളത്തരങ്ങളുടെയും ആസ്ഥാനമായി മാറിയിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ജനങ്ങൾ കൃത്യമായി മറുപടി നൽകുന്ന കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ വാർത്തയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.